വിശേഷം? എല്ലാവരും സേഫായി സുഖമായിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വിഷു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയാണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതിന് തൊട്ടടുത്തായി ഒരു ബെൽ ബട്ടണും കൂടെ ഉണ്ടാവും, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യൂ സോ ദാറ്റ് യു വോണ്ട് മിസ് ഔട്ട് ഓൺ എനി ഓഫ് മൈ വീഡിയോസ്. സോ ഇനി അധികം സമയം കളയാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഞാൻ എപ്പോൾ മേക്കപ്പ് വീഡിയോസ് ചെയ്യുന്നുണ്ടോ അപ്പോഴേക്കും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഫേസ് നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക ആൻഡ് ഓൾസോ നല്ലതുപോലെ സ്കിൻ പ്രെപ്പ് ചെയ്യുക. സോ ഐ ഹാവ് ഓൾറെഡി ക്ലെൻസ് മൈ ഫേസ്. ഇനി ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആൻഡ് ദ വൺ ഐ എം യൂസിങ് ഹിയർ ഇസ് ദ ബോഡി ഷോപ്പ് ഓയിൽസ് ഓഫ് ലൈഫ്. ബോഡി ഷോപ്പിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്യുക ഫേസ്, ബിക്കോസ് എൻ്റെ കമ്പാരിറ്റീവ്ലി നല്ല ഡ്രൈ സ്കിന്നാണ്. സോ ഐ നീഡ് ടു മോയ്സ്ചറൈസ് വെരി വെരി പ്രോപ്പർലി. സോ ഞാൻ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞു. ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത്. സോ ഞാനിവിടെ ഉപയോഗിക്കുന്ന ലിപ് ബാം ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ ലക്ഷറിയസ് ആയുർവേദ ഷുഗർഡ് റോസ് പെറ്റൽ ലിപ് ബാം ആണ്. സോ നമ്മുടെ ലിപ്സ് നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. സോ മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ പുറത്ത് പോകുമ്പം, അതായത് സണ്ണിന് ഡയറക്റ്റ് എക്സ്പോഷർ കിട്ടുമ്പോൾ മാത്രം സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മതിയാകുമെന്ന്. നോ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുവാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. സോ നൗ ലെറ്റ്സ് ഗോ ഫോർവേഡ് ആൻഡ് അപ്ലൈ എ സൺസ്ക്രീൻ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ന്യൂട്രോജനയുടെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് SPF 50+. സോ നല്ലൊരു എമൗണ്ട് സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത്. സാധാരണ അവർ പറയും നമ്മൾ 1/2 ടേബിൾ സ്പൂൺ സൺസ്ക്രീനാണ് ഒരു പ്രാവശ്യം ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നാണ് പറയാറ്. ബട്ട് നൗ ഐ തിങ്ക് ദിസ് വിൽ ഡു. നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് യുവർ നെക്ക്. സോ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് സൺസ്ക്രീൻ. സോ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുവാണ്. ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ മേക്കപ്പ് ഇടരുത്, ബിക്കോസ് യു നീഡ് ടു ഗിവ് ടൈം ഫോർ യുവർ സ്കിൻ ടു അബ്സോർബ് ഓൾ ഓഫ് ഇറ്റ് ഇൻസൈഡ്. ഓൾ റൈറ്റ്, നമുക്കിപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഓൾസോ എല്ലാവർക്കും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് അത്രയും ഇഷ്ടമായിരിക്കത്തില്ലല്ലോ. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കൺസീലറാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നിക്സ് പ്രൊഫഷണൽ ബോൺ ടു ഗ്ലോ റേഡിയൻറ്റ് കൺസീലറാണ്. സോ ദിസ് ഈസ് ദ വൺ ഐ എം ഗോയിങ് ടു യൂസ്. BTG, ദറ്റ് ഇസ് ബോൺ ടു ഗ്ലോ നാച്ചുറൽ ആണ് എൻ്റെ ഷെയ്ഡ്. അതിന് മുൻപായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഹാക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മളിപ്പം ഫൗണ്ടേഷനോ കൺസീലറോ എന്തായാലും യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഹൈലൈറ്റർ ഉപയോഗിക്കുക, ലൈക്ക് ലിക്വിഡ് ഹൈലൈറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഫേസിലെങ്കിൽ ഇറ്റ് വിൽ ലിറ്ററലി ഫീൽ ലൈക്ക് യു ഹാവ് ദാറ്റ് ഇന്നർ ഗ്ലോ. ഓക്കെ, നമ്മളിപ്പം സാധാരണ ഹൈലൈറ്റർ നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്ത് ബ്ലഷ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫേസ്. പക്ഷേ ഇതിനൊക്കെ മുൻപായിട്ട് നമ്മൾ ഹൈലൈറ്റർ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് മീതെ ഫൗണ്ടേഷനും കൺസീലറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നാച്ചുറൽ ഫിനിഷ് കൊണ്ടുവരും കേട്ടോ. സോ നമുക്കിന്ന് അത് ചെയ്ത് നോക്കിയാലോ. ഞാൻ യൂസ് ചെയ്യുന്നത് അഗെയിൻ നിക്സിൻ്റെ ബോൺ ടു ഗ്ലോ ലിക്വിഡ് ഇലുമിനേറ്ററാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഹൈലൈറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ ഹൈലൈറ്റിംഗ് പാലറ്റില്ലേ, ഇൻ കേസ് ഇപ്പോൾ ഹൈലൈറ്റിംഗ് പാലറ്റും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ ഒരു ഗോൾഡൻ കളർ ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ ഗോൾഡൻ കളർ, ഇത് കണ്ടോ ഗോൾഡൻ കളറുള്ള ഷെയ്ഡ് കണ്ടോ. ഇങ്ങനത്തെ ഷെയ്ഡ് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി മോയ്സ്ചറൈസർ മിക്സ് ചെയ്യുക ആൻഡ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ലിക്വിഡ് ഹൈലൈറ്റർ ഇല്ലാത്തവർക്കുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ലിക്വിഡ് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി ടേക്ക് ലിറ്റിൽ, കുറച്ചെടുത്താൽ മതി കേട്ടോ, ആൻഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. ലൈക്ക് ക്യാൻ യു സീ ദ ഗ്ലോ? സോ ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ലിറ്ററലി ഫീൽ ലൈക്ക് യു ഹാവ് ദറ്റ് നാച്ചുറൽ ഗ്ലോ ഫ്രം വിത്തിൻ. സോ ലെറ്റ്സ് ഗോ ഫോർവേഡ് ആൻഡ് അപ്ലൈ ദ കൺസീലർ. കൺസീലർ ഫുൾ ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. യു ക്യാൻ ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓൺലി ഇൻ ദി ഏരിയാസ് വെയർ കുറച്ച് ഇംപെർഫെക്ഷൻ ഒക്കെ ഉള്ള ഏരിയാസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബി അപ്ലൈയിങ് അണ്ടർ മൈ ഐസ്. ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്യാം.
ആഹാ, എന്നെ കാണാൻ നല്ല ഫണ്ണി ആയിട്ടുണ്ടല്ലേ. എനിവേസ് നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, ഓർ യു ക്യാൻ യൂസ് എ ബ്രഷ്. ബട്ട് ഐ എം ജസ്റ്റ് യൂസിങ് എ ഡാംപ് സ്പോഞ്ച്. സോ ഇത് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാനിത് കുറച്ചിങ്ങനെ നനച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഈ സ്പോഞ്ചിലേക്ക് എടുത്തിട്ട് നമ്മുടെ നെക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബിക്കോസ് ലൈക്ക് യു കെൻ ഓൾറെഡി സീ ദ ഡിഫറൻസ്. ബിക്കോസ് യു കെൻ ഓൾറെഡി സീ ഒരു കളർ ഡിഫറൻസ് ഉണ്ടല്ലോ. സോ അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുന്നോ അത് നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളപ്പം കൺസീലർ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. നമ്മൾ മുമ്പ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്തില്ലേ, അതിൻ്റെ ഗ്ലോ യു കെൻ ഓൾറെഡി സീ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോ ഫില്ലിംഗ് ആണ്. ഇഫ് യു നോട്ട് ഡൂയിങ് ഇറ്റ്, സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ബിക്കോസ് ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴല്ലോ ലൈക്ക് യുവർ എൻറ്റയർ മേക്കപ്പ് ലുക്സ് സോ സ്പോട്ട് ഓൺ. ഇപ്പം നിങ്ങൾ ഐബ്രോ ഒന്നും ഫില്ല് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ. സോ ദാറ്റ് യു വിൽ എൻറ്റയർലി നോ ദ ഡിഫറൻസ്. സോ ഇവിടെ ഉപയോഗിക്കുന്നത് ഗൂഫ് പ്രൂഫ് ബ്രോ പെൻസിൽ ബൈ ബെനഫിറ്റ്. സോ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു എൻഡിൽ സ്പൂളി ഉണ്ട് കേട്ടോ, ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഐബ്രോയിൽ ഗ്യാപ്പ് ഉള്ള സ്ഥലത്തേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ സ്പൂളി ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് ആ പ്രോഡക്റ്റ് ഒക്കെ നല്ലതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ആകും. അങ്ങനെ നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഐ ഷാഡോയിലേക്ക് കടക്കാം. ഓൺ എ ഡെയിലി ബേസിസ് ഐ ഡോണ്ട് യൂഷ്വലി യൂസ് ഐ ഷാഡോ, ബട്ട് ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനിലേക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഐ ഷാഡോ ഉപയോഗിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റ് ഹ്യൂഡ ബ്യൂട്ടിയുടെ ന്യൂഡ് നോട്ടിയർ എന്ന് പറഞ്ഞ ഈ ഒരു പാലറ്റാണ്. സോ ഈ ഒരു പാലറ്റിന് ഈ ഒരു കളറാണ് ഞാൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഈ ഒരു ക്രീസ് ഇല്ലേ, അവിടെ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ബ്ലെൻഡിങ് ഈസ് ദ കീ ടു ഫ്ലോലെസ് മേക്കപ്പ്. നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അതും കൂടെ സ്ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സെയിം ബ്രഷിലാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത്. ഈ ഒരു ഔട്ടർ കോർണറിൽ മാത്രം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണുന്നുണ്ട്, ഈ ഒരു ഔട്ടർ കോർണറിൽ മാത്രം ഞാൻ ആ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് നമുക്ക് നല്ലൊരു ട്രാൻസിഷൻ ഷെയ്ഡ് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഷൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പാലറ്റിൽ തന്നെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് നമുക്ക് എടുക്കാം. സോ കുറച്ചെടുത്തിട്ട് നമുക്കിതേ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒന്നും അപ്ലൈ ചെയ്യാത്ത ഏരിയയിൽ അവിടേക്ക് ഇത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഐലൈനർ ആണ്. ബട്ട് ടുഡേ ഐ ജസ്റ്റ് വോണ്ട് ടു ഗിവ് ദിസ് ലിക്വിഡ് ലൈനർ എ ട്രൈ. ഇത് ലസ്റ്റർ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോർ, ലൈക്ക് UAE ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോർ അവർ അയച്ചു തന്നെയാണ്. സോ നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ നമ്മുടെ ലാക്മേ ലൈനറിലേക്ക് തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്. ബിക്കോസ് അതെനിക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമായിരുന്നു. സോ നമുക്കിതിൽ നല്ലൊരു ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്തേക്കാണ്. ഞാൻ തിക്കായിട്ട് തന്നെയാണ് കേട്ടോ ഡ്രോ ചെയ്തേക്കുന്നത്. ആൻഡ് ഒരു ടെയിൽ ലൈക്ക് ഒരു വാല് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് നല്ല ഭംഗിയായിരിക്കും നമ്മൾ കാജലും കൂടെ അപ്ലൈ ചെയ്യുമ്പം. അതിന് മുൻപായിട്ട് നമ്മൾ ഈ മേളിൽ യൂസ് ചെയ്ത ഐ ഷാഡോ ഇല്ലേ, അത് തന്നെ നമുക്ക് നമ്മുടെ ഈ ലോവർ ലാഷ് ലൈനിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു കംപ്ലീറ്റ്നെസ് കൊടുക്കാനാണ് ലുക്കിന്. സോ കാജലിന് ഞാൻ യൂസ് ചെയ്യുന്നത് സെഫോറയുടെ വാട്ടർ പ്രൂഫ് കാജലാണ്. സോ നമുക്ക് നല്ലതുപോലെ നമ്മുടെ ലോവർ ലാഷ് ലൈനോട് ചേർന്നാലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? മസ്കാര ഇല്ലാണ്ട് എങ്ങനെയാണല്ലേ ഒരു ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണേ. സോ ഞാൻ യൂസ് ചെയ്യുന്നത് സെഫോറയുടെ സൈസ് അപ്പ് എന്ന് പറഞ്ഞ മസ്കാരയാണ്. അമേസിങ് മസ്കാരയാണ് കേട്ടോ. ബിക്കോസ് യു വിൽ സീ, ഞാൻ കാണിച്ചു തരാം ഡിഫറൻറ്റ് എന്താണെന്ന് കാണിച്ചു തരാം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്.
Ini let's go on to one of my favorite things to do, blush. Even a normal face after applying your moisturizer, just use blush because it literally gives that ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് തരും കേട്ടോ നമ്മൾ ബ്ലഷറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഞാൻ വീണ്ടും യൂരാ ബ്യൂട്ടിയുടെ ബ്ലഷ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഹൈലൈറ്ററിന് ഞാൻ യൂസ് ചെയ്യുന്നത് മൈ എവർ ഫേവറേറ്റ് നൈക്കയുടെ ഈ ഒരു ഡ്യുവോ കളർ ഹൈലൈറ്റിംഗ് പാലറ്റാണ്. നമുക്കൊരു ഇച്ചിരി ഹൈലൈറ്റർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹൈ പോയിന്റ്സിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. Can you see the glow? അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലും അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്കിനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 2 ഷെയ്ഡാണ്. ഒരെണ്ണം റെവ്ലോണിൻ്റെ 840 പോയിൻറ്റ്സ് ഏഷ്യ എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡും പിന്നെ റെവ്ലോണിൻ്റെ ഇതേതാണ് ഫോറെവർ എറ്റേണിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ന്യൂഡ് ഷെയ്ഡും കൂടെയാണ്. ഞാൻ ഇത് രണ്ടും മിക്സ് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇതൊരു നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഇഫ് യു ലൈക്ക് ദിസ് ദെൻ യു കെൻ ജസ്റ്റ് എൻഡ് ഇറ്റ് അപ്പ് വിത്ത് ഹിയർ, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ടോൺ ഇറ്റ് ഡൗൺ എ ലിറ്റിൽ. So yes, I think we are done. ഇതാണ് എൻ്റെ വിഷു ഔട്ട്ഫിറ്റ്. ഇതെനിക്ക് തന്നത് മയൂരി കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറാണ്. അവർ കരാമയിലെ കരാമ സെൻറ്ററിലാണ് അവരുടെ ഷോപ്പ് ആൻഡ് ദേ ഹാവ് അമേസിങ് വിഷു കളക്ഷൻസ്. ആൻഡ് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് കലാകേന്ദ്ര എന്ന് പറഞ്ഞ സ്റ്റിച്ചിങ് സെൻറ്ററാണ്. അതും കരാമയിൽ തന്നെ കരാമ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ദുബായിലുള്ള ആൾക്കാരാണെങ്കിൽ ആൻഡ് ഇഫ് യു ഹാവ് സ്റ്റിൽ നോട്ട് ഫൗണ്ട് യുവർ വിഷു ഔട്ട്ഫിറ്റ്, കരാമ സെൻറ്ററിൽ പോവുക, മയൂരി കളക്ഷൻസിൽ പോവുക ആൻഡ് യു ഗെറ്റ് അമേസിങ് വിഷു കളക്ഷൻസ് ദെയർ. ആൻഡ് ഈ ഒരു കലാകേന്ദ്ര എന്ന് പറഞ്ഞ സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ അവർ വിത്തിൻ എ ഡേ അവർ സ്റ്റിച്ചും ചെയ്ത് തരും. സോ യെസ്, ഐ ലവ് മൈ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വിഷു ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ്സ് ആയിട്ട് പറയുക. ഐ വുഡ് ബി മോർ ദൻ ഹാപ്പി ടു നോ ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ.